ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹരിതയെ ഇനി നന്ദിനി കരണമടിച്ച് ഒന്നങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹരിതയുടെ കവളത്ത് നന്ദിനിയുടെ കൈ വീഴുന്ന ആ കിടുക്കൻ എപ്പിസോഡ് വരാനിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ ദിവസവും ചെല്ലുന്തോറും ഹരിതയുടെ സ്വഭാവം വളരെ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. ഓരോ സമയവും നന്ദിനിയെ ഇങ്ങനെ അപമാനിക്കുന്ന വിധത്തിലും നന്ദിനിയെ ഇങ്ങനെ തരം താഴ്ത്തിയും കൊണ്ടും വേലക്കാരി വേലക്കാരി തന്നെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ അത് നന്ദിനി ക്ഷമിക്കും. എന്നാൽ പിന്നീട് സൂര്യയുടെ നേർക്കാണ് എടുക്കുന്നത്. ഒരു വേലക്കാരിയെ കല്യാണം കഴിച്ചത് കൊണ്ട് തന്നെ വേലക്കാരൻ്റെ സ്ഥാനമാണ് ആ ഒരു ലെവലിലോട്ട് പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഹരിത ഇങ്ങനെ വളരെ മോശമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ ദിവസവും ഹരിത അത് തന്നെ ആവർത്തിച്ച് കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഈ സമയം സൂര്യക്കാണെങ്കിലോ ഒരു പെണ്ണെന്ന രീതിയിൽ സൂര്യക്ക് പെരുമാറാൻ അറിയാഞ്ഞിട്ടല്ല, സൂര്യ പല തവണകളായി ഹരിതയെ അടിക്കാൻ ഒരുങ്ങുമ്പോഴൊക്കെ അവിടെ യതീന്ദ്രനാണ് ഇടപെടുന്നത് കേട്ടോ. കാരണം യതീന്ദ്രൻ ഒച്ചയെടുക്കുന്നത് കൊണ്ട് തന്നെ യതീന്ദ്രൻ ആ അടി അവിടെ നിർത്തിക്കുകയാണ്. അതുകൊണ്ട് തൊടാൻ കഴിയില്ല എന്ന് ഹരിത നല്ലോണം മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹരിതയാണെങ്കിൽ സൂര്യ തന്നെ തൊട്ട് കഴിഞ്ഞ് സൂര്യയുടെ കളി അത് പിന്നീട് വേറെ കളിയായി മാറും. പിന്നീട് കളിക്കുന്ന ഹരിതയാവുമെന്ന് ഹരിതയ്ക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ സൂര്യ ആണെങ്കിലോ മുന്നും പിന്നും നോക്കില്ല. അത് അവിടെ അമ്മയാണെങ്കിലും ശരി അടിക്കണ്ട കൊടുത്ത് അടിച്ച് തന്നെ നേരാക്കും എന്ന നിലപാടായിരിക്കും കേട്ടോ. അങ്ങനെ ഓരോ ദിവസവും ഓരോ പ്രശ്നം ഹരിത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ സൂര്യയെ വലിച്ചഴിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സൂര്യ അവിടെ തോൽക്കുമ്പോൾ സൂര്യ വീണ്ടും മദ്യത്തിന് അഡിക്റ്റ് ആവുകയാണ് കേട്ടോ. അങ്ങനെ മദ്യം കുടിച്ച് വരുമ്പോൾ നന്ദിനിക്ക് അത് പ്രശ്നമാവുകയാണ്. നന്ദിനി കുടിക്കുമെന്ന് പറയും. പക്ഷേ സൂര്യ സോറി പറയുകയാണ്, ഞാനിനി അത് ആവർത്തിക്കില്ല, എൻ്റെ വിഷമം നീ മനസ്സിലാക്കണം, എന്തിനും ഏതിനും എൻ്റെ കൂട്ട് നിൽക്കുന്ന എൻ്റെ ഡാഡി പോലും അവളെ തൊടാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ നന്ദിനി പറയുന്നുണ്ട്, അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് സൂര്യ സാറ് മനസ്സിലാക്കണം. യതീന്ദ്രൻ സാറ് അവളെ അടിക്കാൻ ഒരുങ്ങുമ്പോൾ തടയുന്നത് എന്തെന്ന് വെച്ചാൽ അവളെ തൊട്ട് കഴിഞ്ഞാൽ കളി വേറെയാവും, അത് മനസ്സിലാക്കണം, അതൊരു പെണ്ണാണ്, അത് മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്ന് വെച്ച് അവൾ പറയുന്ന വായിൽ തോന്നി വിളിച്ച് പറയുന്ന ഓരോ വാക്കും ഞാൻ കേട്ടുകൊണ്ടിരിക്കണം. അതൊന്നും എനിക്ക് കഴിയില്ല നന്ദിനി. കാരണം ഇത് എൻ്റെ വീടാണ്, ഇത് എൻ്റെ ചെലവിലാണ് അവളിവിടെ താമസിക്കുന്നത്. എന്നിട്ട് ഞാൻ വല്ല വാടകയ്ക്ക് വന്നതുപോലെ, ഞാൻ വല്ല വേലയ്ക്ക് വന്നതുപോലെയാണ് അവൾ എന്നോട് പെരുമാറുന്നത്. അവൾ ഇവിടുത്തെ റാണിയും ഞാൻ ഇവിടുത്തെ ആരുമല്ലാത്തതുപോലെ. ഞാൻ നിന്നെ കെട്ടിയെന്ന് കരുതിയിട്ട് എന്നോടിങ്ങനെ പലതും പറയാമെന്ന് കരുതിയോ? എനിക്കിഷ്ടമുള്ള പെണ്ണിനെയല്ലേ ഞാൻ കെട്ടുക? പണം എന്ന് പറയുന്നത് വരും പോകും. പണമുണ്ടെങ്കിൽ മാത്രമാണ് മനുഷ്യനാവൂ, അതോ കുടുംബത്തിന് അന്തസ്സും സ്റ്റാറ്റസും വരും എന്നുള്ളതൊക്കെ തോന്നലുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഏറ്റവും നല്ല പണം എന്തെന്നറിയോ? മനസ്സാണ്. ഒരു മനസ്സ് നന്നായാൽ മാത്രമാണ് അവിടെ എല്ലാം ഉണ്ടാവും. അല്ലാതെ കുറേ പണമുണ്ടായിട്ട് മനുഷ്യ സ്വഭാവമില്ലാതെ ഹരിതയെ പോലെ പെരുമാറിയിട്ട് ഒരു കാര്യമില്ല എന്ന് പറയാനായിട്ടാണ്. അങ്ങനെ വീണ്ടും സൂര്യയുടെ ഒരു പേപ്പർ, അതായത് സൂര്യയുടെ ഓഫീസ് സംബന്ധമായ ഒരു പേപ്പർ ഉണ്ടാവും കേട്ടോ. ആ ഒരു പേപ്പർ ഹരിത ആരും കാണാതെ കീറി വെക്കുകയാണ്. അതിനെ ചൊല്ലി അവിടെ വലിയ വഴക്കാവുകയാണ്. പത്മയും അതുപോലെ തന്നെ ഈ പറയുന്ന സൂര്യയും തമ്മിൽ വലിയൊരു വഴക്കാവുകയാണ്. ആ സമയം ഹരിതയാണിത് ചെയ്തതെന്ന് വരുത്തി തീർക്കാനല്ല, നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ ഹരിതയാണിത് ചെയ്തതെന്ന് സൂര്യ പറയുകയാണ്. ഈ സമയം പത്മക്കും അതിലൊരു ചെറിയൊരു വിശ്വാസം വരികയാണ് കേട്ടോ. എവിടേക്ക് സൂര്യയെ താഴ്ത്താൻ പറ്റുന്ന അവിടെയൊക്കെ ഹരിത ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പത്മയുടെ കയ്യിൽ നിന്നും പത്മയുടെ ക്ഷമ നശിക്കുന്ന വിധത്തിൽ. കാരണം സ്വന്തം മകനോട് ദേഷ്യമുണ്ട്, പക്ഷേ ഇത്രത്തോളം തരം താഴ്ത്തി പെരുമാറുമ്പോൾ അത് പത്മക്കും ഇഷ്ടപ്പെടില്ല കേട്ടോ. അങ്ങനെ ഹരിത അത് ചെയ്തിരിക്കുകയാണ്. ഈ സമയം ഹരിതയെ അടിക്കാൻ വേണ്ടി വീണ്ടും കൈ ഓങ്ങുകയാണ് ഈ പറയുന്ന സൂര്യ കേട്ടോ. അങ്ങനെ സൂര്യ കൈ ഓങ്ങുന്ന സമയത്ത് ഉടൻ തന്നെ നന്ദിനി അവിടെ വന്ന് ഇടപെടുകയാണ്. നന്ദിനി പറയാണ്, സൂര്യ സാറ് ആരെയും കുറ്റപ്പെടുത്തണ്ട, ഞാനാണ് അതിന് കാരണക്കാരി, ഞാനാണത് കീറിയത്, ഞാനത് വേസ്റ്റ് പേപ്പർ എന്ന് കരുതിയിട്ടാണ് അവിടേക്ക് തുടക്കുമ്പോൾ ഞാനതിട്ട് കീറിയിട്ടതാണ്, അല്ലാതെ ആരെയും കുറ്റപ്പെടുത്തണ്ട എന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും ഹരിതയാണെങ്കിലോ ഇത് മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, ഈശ്വരാ രക്ഷ
രക്ഷപ്പെട്ടല്ലോ. ഇവള് ഇത് ഏറ്റെടുത്തത് കൊണ്ട് തന്നെ ഇവിടുത്തെ പ്രശ്നത്തിന് ഒരു സോൾവായി. രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റത്തില്ല. ഇവന് അടിച്ചാൽ പിന്നെ എന്ന് അടിച്ചാൽ പിന്നീട് ആ അടിയുടെ വേദന സഹിക്കണം. പക്ഷെ പത്മാൻ്റി വെറുക്കുമോ എന്ന് പേടിയുണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ പേടി. അല്ലാതെ അവൻ എന്നെ തൊട്ടാലേ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നിങ്ങനെ ഹരിത മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നന്ദിനി, നീ കള്ളം പറയാതെ എല്ലായിടത്തും നിൻ്റെ ഈ നന്മമരം ചമയലും ഈ കള്ളം പറച്ചിലും നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് സൂര്യ ഇറങ്ങി പോവുകയാണ് കേട്ടോ. ഈ സമയം നന്ദിനിയുടെ കണ്ണ് നിറയുകയാണ്. അങ്ങനെ നന്ദിനിയാണെങ്കിലോ തൻ്റെ താനൂരമ്മയുടെ മുന്നിൽ ചെന്നിട്ട്, ഞാൻ ഏത് സമയത്തും അമ്മക്ക് മുന്നിൽ കുമ്പിടുന്നതല്ലേ, എൻ്റെ മനസ്സിൽ മുഴുവൻ ആരാധിച്ച് കൊണ്ട് നടക്കുന്ന സൂര്യ സാറ് ഇന്ന് എല്ലാവർക്കും മുന്നിൽ എന്നോട് ഇങ്ങനെ ഒരു അവസ്ഥ, അതായത് എന്നോട് ഇങ്ങനെ ഒന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടാക്കിയത് അത് അവൾ കാരണമല്ലേ. എന്തിനാ ഈശ്വര എന്നെ തുടരെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഈ വീട്ടിലോട്ട് വരുന്നവരും പോകുന്നവരെല്ലാം എൻ്റെ ശത്രുക്കളായി മാറുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്യാൻ പോകുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ്? അതുമാത്രമല്ല, ഈ ഹരിത എന്ന് പറയുന്നവളെ സൂര്യ സാറ് തൊട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. സൂര്യ സാറിന് അടിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടോ സൂര്യ സാറ് ചെയ്യാൻ മടിയില്ലാത്തത് കൊണ്ടുമല്ല, ഞാനും യതീന്ദ്രൻ സാറും ഇടയ്ക്കിടയ്ക്ക് ഇടപെടുന്നത് അതുകൊണ്ടാണ്. എന്തിനാ എൻ്റെ സൂര്യ സാറിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ആ മനുഷ്യൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടി എന്നെ സ്നേഹിച്ചു എന്ന് കരുതിയിട്ട് ആ മനുഷ്യനെ 24 മണിക്കൂറും എല്ലാവരും ഇട്ട് ആക്രമിക്കുന്നത് എൻ്റെ അമ്മ കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഹരിത വരികയാണ് കേട്ടോ. ഹരിത പറയണേ, ഇല്ലടി കാണുന്നില്ല. അപ്പോഴേക്കും സൂര്യ പോയത് ഹരിത പുറത്തു നിന്നും കാണുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് ഹരിത, ഇവൾക്കിട്ടൊരു കൊട്ട് കൊട്ടണം. കാരണം ആൻറ്റിയുടെ മുന്നിൽ ഇവളാണ് കീറിയതെന്ന് പറഞ്ഞ് വലിയ ആളാവാൻ ഇവൾ ശ്രമിക്കുകയും എന്നാൽ അതിനെ ചൊല്ലി പത്മാൻ്റിയാണെങ്കിലും ഇവളോട് വഴക്ക് പറയുകയും ചെയ്തില്ല. എന്നാൽ പത്മാൻ്റിക്കാണെങ്കിലോ എന്നോട് വെറുപ്പ് പോലെയും കാണിച്ചു. അപ്പോൾ അതിനർത്ഥം ഇവള് അവിടെ ആളുകളുടെ മനസ്സിൽ പ്രീതി നേടാൻ ഇവൾക്ക് കഴിയുന്നുണ്ട്. ഇവൾ പതിയെ ആളുകളുടെ ഇടയിലോട്ട് കയറി ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് ഇവൾക്കിട്ടൊരു കൊട്ടണം എന്ന് കരുതി സൂര്യ പോയ സമയം നോക്കിയിട്ടാണ് കേട്ടോ നന്ദിനിയുടെ റൂമിലോട്ട് കയറി ചെല്ലുന്നത്. ആ സമയമാണ് നന്ദിനി താനൂരമ്മയോട് തൻ്റെ പരിഭവങ്ങളെല്ലാം പറയുന്നത് കേട്ടോ. ഇത് കേട്ടിട്ട് ആണ് ഈ പറയുന്ന ഇവൾ വരുന്നത്, അതായത് ഹരിത വരുന്ന കേട്ടോ. അങ്ങനെ ഹരിത പറയണേ, ഇല്ലടി, നിൻ്റെ താനൂരമ്മ അങ്ങനെ വിളിച്ചാൽ വെളിപ്പുറത്തൊന്നും കേൾക്കത്തില്ല. നീ അത്രയും അന്തസ്സില്ലാത്തവളാണ്. പത്മാൻ്റി പറയുന്നത് പോലെ ആ സുദേവൻ്റെ കാലിത്തൊഴുത്തിൽ വളർന്നവളല്ല, അവൾക്ക് അത്ര അന്തസ്സേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇതേ സമയം ഹരിതേ, നീ വെറുതെ എപ്പോഴും വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട. എന്താടി നീ എന്നെ വിളിച്ചത് ഹരിത എന്നോ? ഹരിത മേഡം എന്ന് വിളിക്കടേ. അതെ, അന്തസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ബഹുമാനം എന്ന് പറയുന്നതൊക്കെ ചോദിച്ച് വാങ്ങേണ്ട കാര്യമല്ല. അത് ഓരോരുത്തർ തരുന്നതാണ്. അതിനുള്ള തനിക്കുണ്ടോ എന്ന് താൻ ചിന്തിക്കണം. എന്താടി നീ എന്നെ വിളിച്ചത്? തനിക്കെന്നോ? തനിക്ക് എന്നല്ല, എടി പൊടി വിളിക്കാനും ഈ നന്ദിനിക്ക് യാതൊരു മടിയില്ല. എന്താടി നീ പറഞ്ഞത്? നിന്നെപ്പോലെ ആ സുദേവൻ്റെ കാലിത്തോഴത്തിൽ വളർന്നവളല്ല ഞാൻ ആരാണെന്നറിയോ? അമേരിക്കയിലെ എൻ്റെ അച്ഛൻ്റെ പേര് ഉദയൻ്റെ മകളാണ് ഞാൻ എന്ന് വെച്ച് നിന്നെ ഞാൻ പേടിക്കണമെന്നുണ്ടടി എന്ന് നന്ദിനി ചോദിക്കുകയാണ്. ഇതേ സമയം നിൻ്റെ സംസാരത്തിൽ എന്താടി ഒരു ചെറിയൊരു പതർച്ച? അത് കേട്ട ഉടൻ തന്നെ നന്ദിനി പറയാണ്, എൻ്റെ സംസാരം ഇങ്ങനെ ആക്കിയത് നീ തന്നെയാടി. നീ എന്താടി ചിന്തിച്ചിരിക്കുന്നത്? ഈ നന്ദിനി സുദേവൻ്റെ കാലിത്തൊഴുത്തിൽ വളർന്നെന്ന് കരുതിയിട്ട് നിന്നെ സൃഷ്ടിച്ച ദൈവമല്ല എന്നെ സൃഷ്ടിച്ചതെന്ന് നിനക്ക് പറയാനുണ്ടോ? എല്ലാവരും ഒരേ ദൈവം തന്നെയാണ് സൃഷ്ടിച്ചത്. അത് നീ ചിന്തിക്കുന്നത് നല്ലതാണ്. നിനക്ക് ആ ചിന്തയില്ലാത്തത് കൊണ്ടാടി നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. പിന്നെ പണം എന്ന് പറയുന്നത് അത് ഭൂമിയിലോട്ട് വന്നതിന് ശേഷം ഓരോരുത്തർക്കിടയിൽ ഉണ്ടായതാണ്. ഇതുപോലെയുള്ള സ്വഭാവക്കാർക്ക് പണക്കാരാവാം. കാരണം വഞ്ചനയും ചതിയും മാത്രം അറിയാവുന്നവർക്ക് പെട്ടെന്ന് പണക്കാരാവാം. എന്നാൽ നന്മകൾ മാത്രം ചെയ്യുന്നവർക്കും മറ്റുള്ളവരുടെ ഒരു രൂപ പോലും എടുക്കില്ലെന്നുള്ള ആ മനോഭാവത്തിൽ പോകുന്നവർക്കും ഒരിക്കലും പണക്കാരാവാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? എല്ലാവരുടെയും സുഖസന്തോഷങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ആവാൻ കഴിയാത്തത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചിന്തിച്ചോ, ഈ നന്ദിനിക്ക് നാക്കില്ല എന്ന് നീ തോന്നണ്ട. നീ പറയുന്ന ഓരോ വാക്കുകളും കേട്ട് ഞാനിവിടെ മിണ്ടാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ പത്മാൻ്റിയെ വിചാരിച്ചിട്ടാണ്. പത്മാൻ്റിക്ക് എത്രയോ കാലത്തിന് ശേഷം ആ
ആങ്ങൾ തിരിച്ചു വന്നപ്പോൾ ആ ഉള്ളിലുണ്ടായ സന്തോഷം, ആ മുഖത്തുണ്ടായ ആ ഒരു സന്തോഷം എനിക്കറിയാൻ കഴിയുന്നുണ്ട്. ഇന്നലെ കുറച്ച് ദിവസങ്ങളായി ഞാൻ കയറി വന്നെങ്കിലും കൂടിയിട്ട് ആ മനസ്സിൻ്റെ സന്തോഷം എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഇതെൻ്റെ കുടുംബമാണ്, സൂര്യസാറിൻ്റെ അമ്മയാണ്. സൂര്യസാറിൻ്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ ആ സ്ത്രീ വേദനിക്കുന്നത് എനിക്കിഷ്ടമല്ല. പത്മാൻ്റി വേദനിക്കുന്നത് എനിക്കിഷ്ടമല്ല. നിൻ്റെ അച്ഛനെ ഓർത്ത് മാത്രമാണ് നീ പറയുന്നതെല്ലാം കേട്ടിട്ടും ഞാനിവിടെ മിണ്ടാതെ നിന്നത്. എന്താടി നിനക്ക് ഇതിന് മാത്രം ശബ്ദമൊക്കെ ഉണ്ടോ? ഓഹോ, നീ ഇപ്പോൾ നല്ലവളായി ചമഞ്ഞ് ഓരോ കുറ്റവും നീ ചെയ്തെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് മുന്നിൽ എൻ്റെ നേർക്ക് എല്ലാ കുറ്റങ്ങളും ആവും എന്ന് കരുതി സൂര്യ എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതി നീ പെട്ടെന്ന് ഏറ്റെടുക്കുന്നതല്ലേ? അത് കേട്ട ഉടനെ അത് ശരിയാണ്, ഞാൻ ഏറ്റെടുക്കുന്നത് തന്നെയാണ്. കാരണം ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, ഇവിടെ ഒരു ബഹളം ഉണ്ടാവാൻ പാടില്ല, ആങ്ങളെയും പെങ്ങളും ഇനിയും വഴക്ക് കൂടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ കുറ്റങ്ങൾ ഏറ്റെടുക്കുന്നത്. എന്നാൽ നിനക്ക് അത് തിരിച്ച് പറഞ്ഞുകൂടെ? നിനക്ക് പേടിയുണ്ടായിട്ടല്ലേ നീ അത് ഏറ്റെടുക്കുന്നത്? നിൻ്റെ സൂര്യ എന്നെ എന്തെങ്കിലും, അത് നിനക്കാണ് പേടി. എൻ്റെ സൂര്യ സാറ് ആരെയും എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ്. സ്വന്തം അമ്മയാണെങ്കിൽ പോലും അത് കൊടുക്കേണ്ടടുത്ത് കൊടുക്കും. അങ്ങനെ ഒരാളാണ്. അത് ഇത്രയും ദിവസം വന്നിട്ട് നിനക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഹരിതേ, നിൻ്റെ മുഖത്ത് അടി വീഴുമെന്ന് പേടികൊണ്ടല്ലേ നീ അവർക്ക് മുന്നിൽ ഞാൻ ആ കുറ്റം ഏറ്റെടുത്തപ്പോൾ ഞാനാണത് ചെയ്തത് എന്ന് പറയാതിരുന്നത്? നിനക്ക് സൂര്യസാറിനെ പേടിയുണ്ടായിട്ടില്ലേ? ഓ സൂര്യയെ പേടിയോ? ആ ചെക്കനെ ആര് പേടിക്കുന്നു? ഹോ, ഇതിലും നല്ല അടിപൊളി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവനെപ്പോലെ ഒരുത്തനെ ആര് പേടിക്കണം? അത് കേട്ട ഉടനെ എന്നാൽ പിന്നെ എന്താ സൂര്യസാറിൻ്റെ മുന്നിൽ വെച്ച് അല്ല ഇവളല്ല ചെയ്തത്, ഞാനാണ് കീറിയിട്ട് എന്ന് എന്താ നിനക്ക് പറയാൻ കഴിയാഞ്ഞത്? അതിനർത്ഥം നീ സൂര്യസാറിനെ പേടിക്കുന്നുണ്ടെന്നാണ്. എന്നാൽ ഞാനൊരു കാര്യം പറയുന്നു, ഇനിയും നീ സൂര്യസാറിൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്ന വിധത്തിൽ ഓരോ ദിവസവും ഓരോന്ന് ചെയ്താൽ, ഫോട്ടോ കീറിയും അതുപോലെ പേപ്പർ കീറിയും അതുപോലെ മറ്റുള്ള തരത്തിലൊക്കെ സൂര്യസാറിനെ നീ വേദനിപ്പിച്ചാൽ, സൂര്യസാർ ഇവിടെ മദ്യം കുടിച്ചു വന്ന്, സൂര്യസാർ മദ്യപിക്കാത്ത ഒരാളായിരുന്നു, മദ്യപാനം നിർത്തിയതായിരുന്നു, എന്നിട്ട് വീണ്ടും നീ കുടിപ്പിച്ചതിൽ ഇനി ഞാൻ കണ്ടു നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് കരണ നോക്കി ഒന്നങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. ഇതേ സമയം അയ്യോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഹരിതയുടെ കഴുത്തിനങ്ങ് പിടിക്കുകയാണ്. എടി മിണ്ടരുത്, ഈ നന്ദിനി നീ പറഞ്ഞല്ലോ സുദേവൻ്റെ കാലിത്തൊഴുത്തിൽ വളർന്നവളാണെന്ന്. അതേടി, കാലിത്തൊഴുത്തിലാണെങ്കിലും ചാണകം മെഴുകിയും ചാണകം വാരിയും അതുപോലെ തെങ്ങും തോപ്പിലെ പണിയെടുത്തും കൈയ്ക്ക് നല്ല തയമ്പ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേദന നിനക്ക് എന്താണെന്നറിയാലോ? ഈ നന്ദിനിക്ക് അധിക സമയമൊന്നും വേണ്ടടി. നീ ഇങ്ങനെ കളിയാക്കുന്ന നന്ദിനിക്ക് ഒരാളെ വരച്ചവരെ നിർത്തണമെന്ന് നന്ദിനി കരുതി കഴിഞ്ഞാൽ പിന്നീട് നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നന്ദിനി ഹരിതയുടെ തലങ്ങും വിലങ്ങും ഇട്ടടിക്കുകയാണ് കേട്ടോ. കാരണം ഇങ്ങനെ അടിച്ചു പൊട്ടിക്കുകയാണ്. ഹരിതയുടെ കവിളൊക്കെ ചുവത്ത് തുടങ്ങി, കഴുത്തിനങ്ങ് പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഈ നന്ദിനിക്ക് ഇങ്ങനെയൊരു കൈയുണ്ടെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? നന്ദിനി കുടുംബത്തെ സമാധാനത്തിന് വേണ്ടിയാണ് പലതും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും വെച്ച് മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ എൻ്റെ സൂര്യസാർ എൻ്റെ ജീവന് തുല്യമാണ്. എനിക്ക് എൻ്റെ പ്രാണം പോകുന്നത് പോലെയാണ്. അദ്ദേഹത്തെ വേദനിപ്പിച്ചാൽ നീ വന്നതിന് ശേഷം ഈ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസമുള്ള ജീവിതം വളരെ ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് ഇനി നീ ഇത് ആവർത്തിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ നന്ദിനിയുടെ സ്വഭാവം അങ്ങ് മനസ്സിലാക്കും. നീ എന്നെ വേദനിപ്പിച്ചാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എൻ്റെ സൂര്യസാറിനെ വേദനിപ്പിച്ച് ആ മനുഷ്യൻ വീണ്ടും മദ്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ വെറുതെ വിടത്തില്ലടി ഈ നന്ദിനി. അത് നോക്കി നിൽക്കാൻ നീ നന്ദിനിക്ക് കഴിയത്തില്ലടി എന്നും പറഞ്ഞ് വീണ്ടും കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ എടി നീ എന്നെ അടിച്ചൂലേ, ഞാൻ ഇത് വെറുതെ വിടില്ല, ഞാനിത് പത്മാൻ്റിയോട് പറഞ്ഞു കൊടുക്കും. അത് നല്ല കാര്യമാണ്. കാരണം നിൻ്റെ ഈ പറയുന്ന പത്മാൻ്റിയോട് നീ പറഞ്ഞു കൊടുക്കണം. നന്ദിനിക്ക് പാവത്താനായി നിൽക്കാനുമല്ല, നന്ദിനിയോട് പ്രതികരിച്ചാൽ നന്ദിനിക്ക് തിരിച്ചടിക്കാനും കഴിവുണ്ടെന്ന് നിൻ്റെ പത്മാൻ്റിയും കൂടി അറിഞ്ഞോട്ടെ. അത് നല്ല കാര്യം തന്നെയാണ്. നീ ചെന്ന് പറഞ്ഞു കൊടുത്തടി, എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷേ നീ നാണം, അതായത് നീ പറയുന്ന എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, ഒരു അന്തസ്സ സ്റ്റാറ്റസാ എന്തൊക്കെയാണ് നീ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ നിൻ്റെ ഭാഷയിൽ, അതൊക്കെ അങ്ങ് പറയുന്നുണ്ടല്ലോ. അവർക്ക് മുന്നിൽ നിനക്ക് ചെന്ന് ഇത് പറയാൻ കഴിയില്ല. കാരണം നീ പറഞ്ഞത് എന്താ? ഈ വീട്ടിൽ ഞാനാണ് ഇവിടെ വലുത്, പത്മാൻ്റിയേക്കാൾ മുകളിലാണ് ഞാൻ, എൻ്റെ വാക്കുകൾക്കാണ് ഇവിടെ എല്ലാവരും മൂല്യം കൊടുക്കേണ്ടത് എന്ന് നീ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള ഞാൻ നിന്നെ
അടിച്ചു എന്ന് പറഞ്ഞാൽ പത്മാൻ്റിയുടെ ഭാഷയെ സുദേവൻ്റെ കാലിത്തൊഴുത്തിൽ കിടക്കുന്ന നന്ദിനി എന്നെ അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തിരിച്ചെടുക്കാൻ നിനക്ക് ആരോഗ്യമുണ്ടായില്ലടി, നിനക്ക് പേടിയായിട്ടാണോ എന്ന ചോദ്യം ഉയരും. അപ്പം അതുകൊണ്ട് വേണ്ട, എൻ്റെ അടുത്ത് കളിക്കണ്ട, നീ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, പറഞ്ഞില്ലെങ്കിലും ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഈ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ ഈശ്വര, ഹരിതയാണെങ്കിലോ എന്താ ഇനി ചെയ്യുക, പുറത്ത് പറയാനും പറ്റില്ല, നാണക്കേട്. അവളുടെ കൈക്ക് ഇത്ര കരുത്തുണ്ടായിരുന്നു. ഈശ്വര, ഇവൾ കാണും പോലെ എന്നല്ലല്ലോ ഞാൻ കരുതിയത്. ആ കാലിത്തൊഴുത്തിൽ വളർന്നവൾ അതുപോലൊക്കെ തന്നെ ആയിരിക്കുമെന്നാണ്. പക്ഷേ ഇവളുടെ അടുത്ത് ഇങ്ങനെയൊരു സ്വഭാവം ഉണ്ടായിരുന്നില്ലേ ഈശ്വര. ഇനി ആരോടൊന്നും പറയാതെ പോവുകയായിരിക്കും നല്ലത്. ഇത് പുറത്തറിഞ്ഞ് എനിക്ക് നാണക്കേടാണ്. അവളുടെ കൈവിരലുകൾ എൻ്റെ കവിളത്ത് കിടക്കുന്നു, ഇതെങ്ങനെയെങ്കിലും നീക്കണം. എന്തൊരു കഷ്ടമാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ആ സമയമാണ് ഇന്ദ്രജ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇന്ദ്രജയാണെങ്കിലോ ഹരിതയെ ഒന്നവിടെ നിന്നേ. അപ്പോഴേക്കും ഹരിത, അയ്യോ എൻ്റെ കവിളത്ത് കൈപ്പാടുണ്ടല്ലോ, ഇത് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ, എന്ത് ഉത്തരം ഞാൻ പറയുക. അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രജ, ഹരിതേ നീ ഒന്ന് അവിടെ നിന്നേ, നീ എന്താ ഒന്ന് നിൽക്കാതെ പോകുന്നത്? അല്ല, എനിക്ക് പെട്ടെന്ന് ബാത്റൂമിലോട്ട് പോകണം, ഒന്ന് അവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ പിടിച്ചു നിർത്തി തിരിഞ്ഞു നിൽക്കുന്ന ഹരിതയെ ഇങ്ങോട്ട്, അതായത് മുഖാമുഖമാക്കുമ്പോൾ ഹരിതയുടെ കവളത്ത് കൈപ്പാടുകൾ കാണുമ്പോൾ, ഇതെന്താ ഹരിത, നിനക്ക് ആരിൽ നിന്നെങ്കിലും അടി കിട്ടിയോ, ഇതെന്താ കവളൊക്കെ ചുവന്നടിക്കുന്നു? അത് കേൾക്കുന്ന ഹരിത, അത് പിന്നെ അത് ഇവിടെ നല്ല കൊതുകിൻ്റെ ശല്യം. കൊതുകോ? അത് എൻ്റെ കവളിൽ കൊതുക് ഇരുന്നപ്പോൾ എന്താ കടിക്കുന്നതെന്ന് കരുതി ഞാൻ ആഞ്ഞടിച്ചതാ. അയ്യോ, എന്നാലും രണ്ട് കവളിലും ഇങ്ങനെ ഒരു കളറ് വരുമോ? അതൊരാളിൽ നിന്ന് അടി കിട്ടിയതുപോലെ ഉണ്ടല്ലോ. അല്ല, ഞാൻ കവളത്തെ അറിയാതെ എങ്ങ അടിച്ചത്, കൊതുകിൻ്റെ കടി കൊണ്ട് അതിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് കുളിക്കട്ടെ, എന്നിട്ട് വരാം. കൊതുക് കടിച്ചത് കൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഹരിത പോകുമ്പോൾ ഉടൻ തന്നെ വിജയ് അങ്ങോട്ടേക്ക് കടന്നു വരിക. ഇന്ദ്രജയ്, ഇത് ആരിൽ നിന്നോ ഒരു അടി വീണ ഒരു ലക്ഷണമാണല്ലോ കാണുന്നത്. ഇനിയിപ്പോൾ നന്ദിനി നിന്നായിരിക്കോ? ഓ, അവൾക്ക് ഹരിതയെ തൊടാനുള്ള കഴിവ് എന്താ നിനക്കും? ആരെയും നീ വില കുറച്ച് കാണണ്ട ഇന്ദ്രജയ്. അവളുടെ സ്വഭാവം നീ ഇന്നേ വരെ അറിഞ്ഞിട്ടില്ല, ഇന്നല്ലെങ്കിൽ നാളെ ഈ നന്ദിനിയുടെ സ്വഭാവം നീ തിരിച്ചറിയും എന്നൊക്കെ പറയാൻ കേട്ടോ.